നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1033rd day. Today 41st sloka of Pradhamaskandam 13th chapter. For details please see the other version. Om Namo Bhagavate Vasudevaya. Om Shri Krishna Paramatmane Namah. Hari Shri Ganapadaye Namah. Aviknamastu Shri Gurubhyo Namah. Om Tat Sat. कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं कृष्णं द्वैपायनं वन्दे कृष्णं वन्दे प्रदासुदम् ओम तत्सत्. यथा ശ്ലോകം ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം 1033 ദിവസം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 41ാമത്തെ ശ്ലോകം. യഥാ ഗാവോ നസി പ്രോധാ സന്ധ്യാം ബദ്ധാ സ്വദാമഭി വാക്തന്ധ്യാം നാമഭിർബദ്ധ വഹന്തി ബലിമീശിതു. ഓം തത്സത്. എപ്രകാരം മൂക്കുതുളച്ച് കയർക്കോർത്ത് അതിന്മേൽ നീളമുള്ള കയറിട്ട് വാഹനങ്ങളിൽ ചേർത്ത് കയർ കയ്യിൽ പിടിച്ചിരിക്കുന്ന യജമാനൻ കാളകളെ പ്രവർത്തിപ്പിക്കുന്നുവോ, കാളകളെ വണ്ടിയോട്ടുവാനും മറ്റ് ഇത് ഉഴുതുവാനും വയലുഴുതുവാനും ഒക്കെയായിട്ട് കാളകളെ എപ്രകാരം അതിൻ്റെ യജമാനൻ പ്രവർത്തിക്കുന്നുവോ അപ്രകാരം തന്നെ വേദമാകുന്ന തന്തിയിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, ബ്രഹ്മചാരി, മറ്റു വൈശ്യർ എന്നിങ്ങനെയൊക്കെ പല പേരും പറഞ്ഞ് ഭഗവാൻ കയർ കൊണ്ട് കെട്ടി അവരെയൊക്കെ പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പ്രാണികളെയും ഭഗവാൻ ഈശ്വരൻ അതാത് പ്രവൃത്തികളെ പ്രവർത്തിപ്പിക്കുന്നു. തൻ്റെ ആ കയർ കാള കൊണ്ട് കയറ് എപ്രകാരം പ്രവർത്തിപ്പിക്കുന്നുവോ അതുപോലെ കാണാത്ത കയറ്, അതായത് വേദമാകുന്ന ആ തന്തി കൊണ്ട് ബന്ധിക്കപ്പെട്ട് ഓരോരുത്തരെയും അതത് പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ട് ഒന്നിലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഭഗവാന്റെ ഇച്ഛ, ഭഗവാന്റെ ഇഷ്ടപ്രകാരം നടക്കുന്നു എന്ന് കരുതി എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യണം എന്ന് നാരദർ ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ധർമ്മപുത്രരുടെ ദുഃഖം മാറ്റാൻ. ശ്ലോകം ഒരിക്കൽ കൂടി. ഓം തത്സത്. യഥാ ഗാവോ നസി പ്രോധാ സ്കന്ധ്യാം ബദ്ധാ സ്വദാമഭി വാക്തന്ധ്യാം നാമഭിർബദ്ധ വഹന്തി ബലിമീശിതു. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാർക്ക് സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.